എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കുഞ്ഞു മക്കളുള്ള വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ട എമർജൻസി മെഡിസിനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാമല്ലേ, കുഞ്ഞു മക്കൾക്ക് അസുഖം വരുന്ന സമയത്ത് നമുക്ക് വളരെ ടെൻഷനായിരിക്കും. അവരെ വിളിച്ചിട്ട് ഓട്ടപ്പാച്ചിലായിരിക്കും അല്ലേ. അതേപോലെ ഒരു ടെൻഷനുള്ള ആളൊക്കെ തന്നെയാണ് ഞാനും. അപ്പൊ ഈ ടെൻഷനെയൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കാണുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് പാരസെറ്റമോൾ നമ്മൾ വീട്ടിൽ ഉറപ്പായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു എമർജൻസി മെഡിസിൻ ആണ്. അപ്പൊ ഇത് 250 ml ആണ്. അത് ചെറിയ കുട്ടികളാണെങ്കിൽ അത് 125 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡോസ് നിങ്ങൾക്ക് എന്തായാലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ ഒരു പ്രാവശ്യം. അങ്ങനെ ഒരു ഡോസിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാവുന്നതാണ്. പാരസെറ്റമോൾ ഒരു എമർജൻസി മെഡിസിൻ ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കുട്ടികൾക്ക് അതായത് മൂക്കടപ്പും ജലദോഷവും ഒക്കെ ഉള്ള സമയത്ത് കുഞ്ഞുമക്കളുടെ മൂക്ക് നല്ല രീതിയിൽ അടഞ്ഞിരിക്കും. രാത്രി കാലങ്ങളിലൊക്കെ അവർക്ക് ശ്വാസം പോലും കിട്ടാത്ത ഒരവസ്ഥയായിരിക്കും. ആ സമയത്ത് നമുക്ക് സലൈൻ നേസൽ ഡ്രോപ്സ് ആണ്. സലൈൻ നേസൽ ഡ്രോപ്സ് 2 മൂക്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് കുട്ടികൾക്ക് അതായത് നന്നായിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സലൈൻ നേസൽ ഡ്രോപ്സ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ നമുക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, അതായത് നമുക്ക് പനി നോക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു തെർമോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ നോക്കാവുന്നതാണ്. അപ്പം തെർമോമീറ്റർ ഉറപ്പായിട്ടും വാങ്ങി വെക്കുക വീട്ടിൽ. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് ഞാൻ അതിവിക്കുമോന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അത് ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും അല്ല ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഫാർമസിയിൽ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. എല്ലാവരും തെർമോമീറ്റർ ഉറപ്പായിട്ടും വാങ്ങി വെക്കുക. കാരണം കുഞ്ഞു മക്കൾക്ക് രാത്രി കാലങ്ങളിലൊക്കെ നമുക്കറിയില്ല, 102 അപ്പുറത്തേക്കൊക്കെ പനി പോകും. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ചില കുട്ടികൾക്ക് അത് ഫിറ്റ്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതായത് മരുന്ന് കൊടുത്തിട്ടും പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. എമർജൻസി മെഡിസിനിൽ ഉറപ്പായിട്ടും വേണ്ടതാണ് തെർമോമീറ്റർ. എല്ലാവരും വാങ്ങി വെക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ വീഴ്ച എപ്പോഴും പതിവാണ് അല്ലേ. അങ്ങനെ വീഴണ സമയത്ത് നമ്മൾ ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഓയിൻമെന്റ് ആണ് ഇത്. ടീബാക്ട് ഓയിൻമെന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങി നല്ലതായിട്ട് ഹീലാവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ടീബാക്ട് ഓയിൻമെന്റ് ഇത് ചെറിയ ഒന്നാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത്രയായത്. അപ്പൊ ടീബാക്ട് ഓയിൻമെന്റ് നല്ലൊരു ഓയിൻമെന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് വാങ്ങി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫാർമസിയിൽ വാങ്ങാൻ കിട്ടും ഇതുപോലെയുള്ള ബാൻഡേജ് റോളുകളാണ്. അത് ഒന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടുന്നതാണ്. വേറൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഛർദിയൊക്കെ വരുമല്ലോ. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് എമിസെറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, അതായത് നല്ല ഛർദിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു ഡോസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഡോക്ടറെ കാണിക്കാവുന്നതാണ്. എമിസെറ്റ് ഒരു എമർജൻസി മെഡിസിനിലുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഛർദിയും വയറിളക്കം ഒക്കെ ഉള്ള സമയത്ത് ORS എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങി വെച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വീടുകളിലൊക്കെ കൂടി ആശാവർക്കറൊക്കെ വരുന്ന സമയത്ത് അവരോട് ചോദിച്ചാൽ മതി, അവരൊരു പാക്കറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ഇങ്ങനെ വയറിളക്കോ ഛർദിയൊക്കെ ഉള്ള സമയത്ത് 5 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ 5 ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഒഴിക്കുക. ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കുക. ഇതിനകത്ത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സിട്രേറ്റ് എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല രീതിയിൽ, അതായത് അവരുടെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അതായത് പുറത്തുനിന്ന് വാങ്ങണം എന്നാണെങ്കിൽ അങ്ങനെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ല ഓറഞ്ച് ഫ്ലേവറിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. എന്തായാലും ORS നിങ്ങൾ കരുതി വെക്കുക. വേറെ ഇത് എമർജൻസി മെഡിസിനിൽ പെടുന്നതൊന്നും അല്ല. എന്നിരുന്നാൽ കൂടി അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് ചുമയൊക്കെ വരും അല്ലെ. ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല, ചുമയുണ്ട് എന്നുണ്ടെങ്കിൽ കഫ് സിറപ്പ്, ഏതാണോ കഫ് സിറപ്പ് ഉള്ളത് അത് ഒരു ഡോസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എമർജൻസി മെഡിസിനിൽ വരുന്ന മെഡിസിനാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ അതായത് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരും. ആന്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് നമ്മൾ
കറക്റ്റ് ഡോസിൽ എടുക്കണം. അതായത് ഡോക്ടർ 5 ദിവസമാണ് നമുക്ക് തന്നതെങ്കിൽ അത് 5 ദിവസം തന്നെ ഉപയോഗിക്കുക. അല്ലാതെ ഇന്നൊരു ദിവസം എടുത്തു പിന്നെ 2 ദിവസം കഴിഞ്ഞ് കൊടുത്തു അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് വലിയ ഒരു എഫക്റ്റും ആ മെഡിസിന് കിട്ടുന്നില്ല. അപ്പൊ അത് ഇപ്പൊ 2 ബോട്ടിലാണ് തന്നിട്ടുണ്ടെങ്കിൽ 1.5 ബോട്ടിലൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വരുള്ളൂ. അപ്പൊ അത് പിന്നെയും നമ്മൾ സൂക്ഷിച്ചു വെച്ച് പിന്നെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് അന്നപ്പോൾ തന്നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുക. കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ മെഡിസിൻ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ മെഡിസിൻ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ കൈ എത്തുന്ന ദൂരത്തിലേക്ക് ഒരിക്കലും വെക്കാതിരിക്കുക. നമ്മളിപ്പോൾ എല്ലാ മെഡിസിനും സൂക്ഷിക്കുന്ന സമയത്ത് ഒരു കണ്ടെയ്നർ ബോക്സിൽ സൂക്ഷിച്ചു വെക്കുക. എപ്പോഴും അതാണ് നല്ലത്. അല്ലാതെ മെഡിസിൻ ഒന്നും വാരി വലിച്ച് ഇടാതിരിക്കുക. പിന്നെ നമുക്കറിയാം കുഞ്ഞു മക്കളുടെ വെയിറ്റ്, ചെറിയ മക്കളുടെ വെയിറ്റ് നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വെയിറ്റ് മെഷീൻ വാങ്ങിക്കാൻ ഇപ്പൊ എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് അങ്കണവാടികളെ ആശ്രയിക്കാവുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള അങ്കണവാടികളിൽ പോയിട്ട് കുട്ടികളുടെ വെയിറ്റ് നോക്കാവുന്നതാണ്. വെയിറ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ കുഞ്ഞു മക്കളാണ്, അവരെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നല്ലതായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ ടെൻഷനൊക്കെ ഒരു പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.